ഞാൻ ഡോക്ടർ പ്രകാശ്. ഇന്നത്തെ വിഷയം ആദ്യത്തെ കൺമണിയെ വരവേൽക്കും മുമ്പ് എന്നുള്ളതാണ്. നാം ഒരു ചെടി പുതിയതായിട്ട് നട്ടു വളർത്താൻ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ഒരു നല്ല വിത്ത് കണ്ടെടുക്കും. അത് കഴിഞ്ഞാലോ ആ ചെടി വളരേണ്ട സ്ഥലം ഏതാണെന്ന് തീരുമാനിക്കും, ആ നിലം ഒരുക്കും. അതും കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയാണ് ആ ചെടിക്ക് വളരാൻ നല്ലത് എന്നുള്ള കാലാവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതിനുശേഷം ആ ചെടി വളരുന്നതിന് വേണ്ട വളങ്ങൾ എന്താണ്, പോഷകാംശങ്ങൾ എന്താണ്, അതെങ്ങനെ പടർന്ന് പന്തലിക്കണം, ഇതൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടാണ് നമ്മളൊരു ചെടിയിൽ നടുക. നാം ഇവിടെ പറഞ്ഞത് കേവലം ഒരു ചെടി നടുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ വരവേൽക്കും മുമ്പ് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകാൻ പോകുന്നവർ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ എടുക്കാറുണ്ട്. പലരെ സംബന്ധിച്ചും അമ്മമാർ ഗർഭിണികളാകുന്നത് അവരറിയ പോലും ഇല്ല. കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അറിയുക. ഗർഭം ധരിക്കും മുമ്പ് അമ്മമാരെന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലുള്ള ഗർഭാശയത്തെക്കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും. ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കും മുമ്പ് അമ്മമാരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ എങ്ങനെ വേണം, അവരെങ്ങനെയുള്ള സാഹചര്യത്തിൽ വേണം ജീവിക്കാൻ എന്ന് വളരെ വ്യക്തമായി ആയുർവേദം പറഞ്ഞു തരുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അച്ഛൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. അമ്മമാരെന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. പരമാവധി പച്ചക്കറി ഉപയോഗിക്കുക, ആവശ്യത്തിന് വ്യായാമം ചെയ്യുക, മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു ദിനചര്യ അനുഷ്ഠിക്കുക. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ആയുർവേദം പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഓരോ ദിവസവും എങ്ങനെ ആരംഭിക്കണം, ആ ദിവസം എന്തെല്ലാം ചെയ്യണം, എപ്പോൾ കിടന്ന് ഉറങ്ങണം എന്ന രീതിയിൽ വ്യക്തമായ ഒരു ദിനചര്യയുടെ കാര്യം ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ അമ്മമാർ അനുഷ്ഠിക്കണം. ഇതിനെക്കുറിച്ച് അമ്മമാർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടർമാരെ, പ്രത്യേകിച്ച് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചാൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഉപദേശം നേടാറുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ നടന്നുകൊള്ളട്ടെ. എങ്കിലും ഈ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം ഭക്ഷിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അമ്മ പിന്തുടരണം. അനാവശ്യമായ കൃത്രിമാഹാരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. പിന്നെ ഗർഭധാരണത്തിന് മുമ്പും ഗർഭധാരണ അവസ്ഥയിലും കഴിക്കാവുന്ന ഒരു ആയുർവേദ മരുന്നിനെക്കുറിച്ച് കൂടി പറയാം. ഫലസർപ്പിസ്. ഇത് ചേറ്റിപ്പറമ്പിൽ ആയുർ പ്രൊഡക്ട്സ് പ്രത്യേകിച്ച് ഇറക്കുന്നുണ്ട്.